അതുപോലെ നജീബ് നമ്മള് ഡിസൈനിങ് ഒരു ഒരു ഫീൽഡിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ഒരുപാട് നല്ല നല്ല കഴിവുകളുണ്ടാവും. ഓരോ വർക്ക് കണ്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു വാവ് ഫീല് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഡെപ്തും കാര്യങ്ങളൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആർട്ടായിരിക്കും. ഇത് കാലിഗ്രഫി ആയിക്കോട്ടെ, ഡൂഡിൽസ് ആയിക്കോട്ടെ, പിന്നെ ഡിസൈൻസ് എന്തും ആയിക്കോട്ടെ. പക്ഷെ അത് അവർക്ക് ഒരു സെല്ല് ചെയ്യാനുള്ള ചിലപ്പോൾ ഇടയ്ക്ക് ഫേസ് ചെയ്യുന്നൊരു എങ്ങനെയാണ് ഈ ക്രിയേറ്റീവ് സെല്ല് ചെയ്യുക എന്നുള്ള ഒരു പിന്നെ ആസ്പെക്ട് എങ്ങനെയാണ് നിങ്ങളതിനെ? സി അഫീഫ, ഇത് ഒരു പൊതുവെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എല്ലാവരും ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കണം. ക്രിയേറ്റീവ് എങ്ങനെ സെല്ല് ചെയ്യാന്നുള്ളത്. അപ്പം ഒന്ന് പിന്നെ വർക്കിന്റെ ഓണർഷിപ്പ് എടുക്കുക. വർക്ക് ഒരു പ്രൗഡാവണം, ഭയങ്കര അഭിമാനം വേണം ആ വർക്ക്. പിന്നെ നമ്മളെ വർക്കിനുള്ള ഒരു വാല്യൂ. അതെ, നമ്മൾ തന്നെ അതിനോടൊരു അഭിമാനം, എന്നാലേ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരാൾ കുറ്റം പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യണം. അപ്പം അത്രയും നിങ്ങളെ വർക്കിനെ നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നിന്നാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അത് സെല്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, ആ വർക്കിന് ഒരു റാഷണൽ എഴുതുക. അപ്പോൾ എന്നിട്ട് അത് ഇന്റേർണലി സെല്ല് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ക്ലയന്റ് സർവീസിങ്ങിനോ നിങ്ങളെ ആർട്ട് ഡയറക്ടർക്കോ നിങ്ങളെ ബോസിനോ അത് സെല്ല് ചെയ്യാം. അതിങ്ങനെയാണ് അത് ഡിഫെൻഡ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ടേസ്റ്റ് സബ്ജക്റ്റീവ് ആണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ക്ലയന്റിന് ഇഷ്ടപ്പെട്ടാൽ വേറെ ക്ലയന്റിന് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടർമാരുടെ സ്ഥിതിയും ക്ലയന്റ് സർവീസിങ്ങിന്റെ സ്ഥിതിയും കോപ്പറേറ്റർ സ്ഥിതിയൊക്കെ തന്നെയാണ്. അപ്പോ പലർക്കും പല അതെ അതെ ഇതായിരിക്കും. അതെ. അപ്പോൾ പിന്നെ ടേസ്റ്റ് സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതെപ്പോഴും ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എൻ്റെ വർക്ക് പെട്ടില്ല കാരണം അയാളുടെ ടേസ്റ്റ്. അത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. ഒരു പ്രത്യേക റീസൺ നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് എങ്ങനെയാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റീവ് ഡയറക്ടറുടെ ടേസ്റ്റ് മനസ്സിലാക്കുക, ക്ലയന്റിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുക. അതിനൊക്കെ ടെക്നിക്കുകളും കാര്യങ്ങളും എക്സസൈസുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ഒരു റൂട്ട് എടുത്ത് ചെയ്തിട്ട് പിന്നെ സെല്ല് ചെയ്യാം. ഇന്റേണലി സെല്ല് ചെയ്യാൻ പഠിക്കാതെ. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒറ്റക്കൊരു ഫ്രീലാൻസർ ആണെങ്കിൽ നിങ്ങളെ കോപ്പി പാർട്ട്ണറോ നിങ്ങളെ പിന്നെ കൂടെ ആരെങ്കിലും ഫ്രണ്ടോ അവരുമായിട്ട് ഇത് സെല്ല് ചെയ്ത് പഠിക്കുക. അപ്പോൾ സെല്ലിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട, ഡിസൈന് പിന്നെ പകുതി ആർട്ടും പകുതി കമേഴ്ഷ്യലുമാണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഒരു ഡിസൈൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ പിന്നെ ഈ ഒരു സംഭവം മനസ്സിൽ വെക്കുക. ഇത് സെല്ല് ചെയ്യാണ്ടും ഇത് കൺവേർട്ട് ചെയ്യാണ്ടും. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലയന്റിനല്ല ചെയ്യുന്നത്, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ ക്ലയന്റിനെ എപ്പോഴും ഒരു പാർട്ട്ണറായിട്ട് കാണുക. പിന്നെ ക്ലയന്റിന്റെ ടേസ്റ്റിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, സബ്ജക്റ്റീവ് ആണ്. അപ്പം പിന്നെ മൂപ്പരെ ഈഗോ ഹേർട്ട് ചെയ്യാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മൂപ്പരിക്ക് അത് സെല്ല് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് ക്ലയന്റിന്റെ പിന്നെ പ്രോബ്ലംസ് ഒക്കെ അന്വേഷിച്ച്, എന്തുകൊണ്ടാണ് ആ ബ്രാൻഡ് വർക്ക് ചെയ്യാത്തതെന്നുള്ള അന്വേഷിച്ച്, ഇങ്ങനെയുള്ള ഇപ്പൊ SWOT അനാലിസിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനുള്ള പിന്നെ സൊല്യൂഷൻസ് കാണുക, അതിനുള്ള കണ്ടന്റ് ഓഡിയൻസിനോട് സംസാരിക്കുന്ന ഒരു കോപ്പി റൈറ്ററെ പിടിച്ചിട്ട് ആ കണ്ടന്റ് എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ അത് അപ്പം തന്നെ ചെയ്യരുത്. ക്ലയന്റിന്റെ ബ്രീഫ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് ഉണ്ടാക്കിയിട്ട് ക്ലയന്റിന് പ്രസന്റ് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ ഡെലിവർ ചെയ്യുന്നുള്ള, എന്നിട്ട് ക്ലയന്റ് അത് ഓക്കെ ആണ്, അതിന്റെ പ്രൈസിങ് ഓക്കെ ആണ്, എന്നിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് ഐഡിയാസ് പ്രസന്റ് ചെയ്യാം.